ഹായ് അസ്സാം വലൈക്കും. അപ്പോൾ ഇന്നത്തെ വീഡിയോ വീട് എപ്പോഴും നല്ല ഓർഗനൈസ് ആയിട്ടും ക്ലീൻ ആയിട്ടും ഇരിക്കാൻ ചെയ്യുന്ന കുറച്ച് കാര്യങ്ങളൊക്കെ ആയിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത്. അപ്പോൾ വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ തന്നെ കണ്ടു നോക്കുക. ഇഷ്ടമാണെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യാൻ മറക്കരുത്. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ വീഡിയോ കണ്ടോക്കാം. അപ്പോൾ ആദ്യം തന്നെ വീട് എപ്പോഴും നല്ല നീറ്റായിട്ട് ഇരിക്കാൻ വേണ്ടത് പ്രോപ്പറായിട്ടുള്ളൊരു ലോണ്ട്രി റൂട്ടീനാണ്. നമ്മൾ അന്നുള്ള ഡ്രസ്സുകൾ അന്ന് തന്നെ അലക്കിടാൻ വേണ്ടിയിട്ട് നോക്കുക. വാഷ് മെഷീനിലാണെങ്കിൽ ഡെയിലി ഒരു ലോഡെങ്കിലും വാഷ് മെഷീനിൽ ഇടാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. പിന്നെ അതുപോലെ തന്നെ തിരുമ്പി ഉണങ്ങിയ ഡ്രസ്സുകൾ കൂട്ടിയിടാതെ അത് അന്ന് തന്നെ മടക്കി വെക്കാനും ശ്രദ്ധിക്കുക. ഡ്രസ്സുകൾ വീടിൻ്റെ അവിടെ ഇവിടെ ആയിട്ട് പരന്ന് കടന്നാൽ തന്നെ വീട് കാണാൻ ഒരു വൃത്തി ഉണ്ടാവില്ല. പിന്നെ നമ്മൾ ഡ്രസ്സുകൾ മടക്കി വെക്കുമ്പോൾ അതും നല്ല നീറ്റായിട്ട് തന്നെ മടക്കി വെക്കാൻ വേണ്ടിയിട്ട് നോക്കുക. വാർഡ്രോബിലല്ലേന്ന് വിചാരിച്ചിട്ട് അത് അങ്ങനെ ഇങ്ങനെയും ചെയ്യാതെ നല്ല നീറ്റായിട്ട് തന്നെ അത് ഫോൾഡ് ചെയ്ത് മടക്കി എടുത്ത് വെക്കാൻ വേണ്ടിയിട്ട് നോക്കുക കേട്ടോ. പിന്നെ എപ്പോഴുള്ളൊരു പ്രശ്നമാണ് സ്കൂൾ പോകുന്ന മക്കളെ ഷോക്സ് ആണെങ്കിലും അതുപോലെ ഓഫീസ് അങ്ങനെയൊക്കെ പോകുന്ന ഷോക്സ് ആണെങ്കിലും ചിലപ്പോൾ പെട്ടെന്ന് തന്നെ ഒന്നിൻ്റെ തുണ കാണൂല. അത് നമ്മൾ തിരുമ്പിടുമ്പോഴും ശ്രദ്ധിക്കണം. അതുപോലെ തന്നെ മടക്കി വെക്കുമ്പോഴും ഇതുപോലെ രണ്ടും പെയറാക്കിയിട്ട് തന്നെ വെക്കുകയാണെങ്കിൽ ആ ഒരു പ്രശ്നം ഒഴിവാക്കട്ടോ. ഇതുപോലെ റോൾ ചെയ്തിട്ട് ഷോക്സുകൾ രണ്ടും പെയറായിട്ട് തന്നെ നമ്മൾ ഓർഗനൈസ് ചെയ്ത് വെക്കുകയാണെങ്കിൽ അത് പെട്ടെന്ന് തന്നെ മക്കൾക്കാണെങ്കിലും ഒക്കെ അത് എടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. അങ്ങനെ മടക്കിയിട്ട് ഇതുപോലെയുള്ള സ്റ്റോറേജ് ബോക്സിലൊക്കെ ആക്കിയിട്ട് വെക്കുകയാണെങ്കിൽ അത് നല്ല നീറ്റായിട്ട് തന്നെ വാർഡ്രോബിൽ ഇരുന്നോളും. പിന്നെ ഉള്ളത് നമ്മൾ ബെഡ്ഷീറ്റ് വാഷ് മെഷീനിൽ അലക്കുമ്പോൾ അത് സെപ്പറേറ്റ് ആയിട്ട് തന്നെ അലക്കാൻ വേണ്ടിയിട്ട് നോക്കുക കേട്ടോ. നമ്മൾ ഡെയിലി യൂസ് ചെയ്യുന്ന ഡ്രസ്സിൻ്റെ കൂടെയൊക്കെ ബെഡ്ഷീറ്റ് അലക്കാടുകയാണെങ്കിൽ അതിൻ്റെ ആ ഒരു ഭംഗിയും ഒരു കളറും കാര്യങ്ങളും ഒക്കെ ഇല്ലാതാവും കേട്ടോ. അപ്പോൾ ബെഡ്ഷീറ്റ് തിരുമ്പുമ്പോൾ എപ്പോഴും അത് സെപ്പറേറ്റ് ആയിട്ട് തന്നെ വാഷ് മെഷീനിൽ ഇടാൻ വേണ്ടിയിട്ട് നോക്കുക. പിന്നെ ഇതുപോലെയുള്ള വലിയ ബെഡ്ഷീറ്റും അതുപോലെ ബ്ലാങ്കറ്റ് കാര്യങ്ങൾ അങ്ങനത്തതൊക്കെ ഇതുപോലെ തന്നെ കേട്ടോ ഞാൻ ഓർഗനൈസ് ചെയ്ത് വെക്കൽ. ഇത് ഐക്കൻ്റെ ഒരു പ്ലാസ്റ്റിക് ബാഗാണ്. ഇതിലൊരു 3 ഇതുപോലത്തെ വലിയ ബെഡ്ഷീറ്റും കാര്യങ്ങളും നമുക്ക് സ്റ്റോർ ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ട് പറ്റും. അടുത്തത് ഡസ്റ്റിംഗ് ആണ്, പൊടി തട്ടൽ. ആഴ്ചയിൽ 2 പ്രാവശ്യമെങ്കിലും നമുക്ക് പൊടി പിടിച്ച ഭാഗങ്ങൾ ഒന്ന് ക്ലീനാക്കി ഇടുകയാണെങ്കിൽ നല്ല ഫ്രഷ് ആയിട്ട് ഇരുന്നോളും. അതുപോലെ തന്നെ നമ്മൾ ഡെക്കോറിന് വെക്കുന്ന കാര്യങ്ങളൊക്കെ മിനിമലായിട്ട് നമുക്ക് ക്ലീൻ ചെയ്യാൻ പറ്റുന്ന തരത്തിൽ വെക്കാൻ വേണ്ടിയിട്ട് നോക്കുക.
അടുത്തത് വീട് എപ്പോഴും ഓർഗനൈസ് ആയിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ട് നോക്കുക. അപ്പോൾ മക്കളുള്ള വീടൊക്കെ ആണെങ്കിൽ സ്കൂൾ പോകുന്ന ടൈമിലാണെങ്കിലും അല്ലാത്ത ടൈമിലാണെങ്കിലും എന്തെങ്കിലും സാധനങ്ങളൊക്കെ പോലെ അവിടെ ഇവിടെയൊക്കെ വെച്ചിട്ടുണ്ടാകും. അത് അവരെ കൊണ്ട് തന്നെ എടുത്ത് വെപ്പിക്കാൻ വേണ്ടിയിട്ട് ശീലിപ്പിക്കുക. നമ്മളാണെങ്കിൽ അതിനൊരു ടൈം കണ്ടെത്തിയിട്ട് അത് അപ്പോൾ ആ സാധനങ്ങളൊക്കെ അതിൻ്റെ ഒരു കറക്റ്റ് പ്ലേസിൽ കൊണ്ടുപോയി വെക്കാൻ വേണ്ടിയിട്ടും നോക്കുക. പിന്നെ ഇപ്പോൾ അവിടെ ഇവിടെയും കിടക്കുന്ന എന്തെങ്കിലും സാധനങ്ങളൊക്കെ അപ്പം നമുക്ക് കറക്റ്റ് പ്ലേസിൽ കൊണ്ടുവെക്കാൻ പറ്റാത്തൊരു ടൈമാണെങ്കിൽ ഞാൻ ചൂസ് ചെയ്തിട്ടുള്ളത് ഇതുപോലൊരു ബാസ്ക്കറ്റ് എവിടെയെങ്കിലുമൊക്കെ ഒന്ന് വെക്കുകയാണെങ്കിൽ മക്കളോടാണെങ്കിലും ആ ഒരു ബാസ്ക്കറ്റിൽ കൊണ്ടുപോയിടാൻ വേണ്ടിയിട്ട് പറയാം. പിന്നെ സമയം കിട്ടുമ്പോൾ നമുക്ക് എടുത്തു വെക്കാമല്ലോ. പിന്നെ അടുത്തത് വീട് എപ്പോഴും ക്ലീൻ ആയിട്ടിരിക്കാൻ ഡോർമാറ്റുകൾ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കുക. ബാത്റൂമിലാണെങ്കിലും കിച്ചണിലാണെങ്കിലും ഒക്കെ. അപ്പോൾ ഈ ഒരു കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുകയാണെങ്കിൽ തന്നെ നമ്മളെ വീട് എപ്പോഴും നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് ഇരുന്നോളും. അടുത്തത് ബാത്റൂമിലാണെങ്കിലും ഡ്രസ്സുകൾ ഇതുപോലെ അവിടെ ഇട്ടിട്ട് പോരാതിരിക്കുക. അപ്പോൾ നമ്മൾ മക്കളോടാണെങ്കിലും ഒക്കെ അത് പറഞ്ഞു കൊടുക്കുക. അങ്ങനെ നമ്മൾ അയച്ചിട്ട് ഡ്രസ്സുകളൊക്കെ അങ്ങനെ ഇട്ട് പോരുമ്പോൾ നമ്മൾ ബാത്റൂം എപ്പോഴും ഒരു ബാഡ് സ്മെല്ലായിരിക്കും. പിന്നെ കാണാനൊരു വൃത്തി ഉണ്ടാവില്ല. അപ്പോൾ അതെന്തായാലും നീറ്റായിട്ട് വെക്കാൻ വേണ്ടിയിട്ട് നോക്കുക. അടുത്തത് കുക്കിങ്ങിൻ്റെ കാര്യത്തിലാണെങ്കിൽ നമ്മളെ കുക്കിങ്ങും കാര്യങ്ങളൊക്കെ പെട്ടെന്ന് കഴിച്ചിട്ട് കിച്ചണിൽ നിന്ന് പെട്ടെന്ന് തന്നെ ഫ്രീ ആവാൻ വേണ്ടിയിട്ട് ഇതുപോലെ നമുക്ക് തലേന്ന് തന്നെ ഉപ്പേരിക്കുള്ളതാണെങ്കിലും കറിക്കുള്ളതാണെങ്കിലും ഒക്കെ കട്ട് ചെയ്ത് വെക്കുകയാണെങ്കിൽ കുറേ പണികൾ നമുക്ക് പിറ്റേ ദിവസം ഒഴിഞ്ഞു വിട്ടിട്ടോ പെട്ടെന്ന് തന്നെ കിച്ചണിൽ നിന്ന് ഫ്രീ ആവാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ ഇതുപോലെ ഉപ്പേരിക്കൊക്കെ നമ്മൾ കട്ട് ചെയ്ത് വെക്കുകയാണെങ്കിൽ ഇത് ഇത്ര ജസ്റ്റ് നമുക്കത് ഒന്ന് വേവിക്കാൻ വേണ്ടി മാത്രമേ ഉണ്ടാവുള്ളൂ. ആ ഒരു കട്ട് ചെയ്യേണ്ട ടൈമും കാര്യങ്ങളൊക്കെ നമുക്ക് ലാഭിക്കാൻ വേണ്ടിയിട്ട് പറ്റും. പിന്നെ കുറച്ചധികം ടൈം കിട്ടുന്ന ആൾക്കാണെന്നുണ്ടെങ്കിൽ 2-3 തരം ഉപ്പേരികളൊക്കെ ഇതുപോലെ നമുക്ക് കട്ട് ചെയ്തിട്ടൊക്കെ വെക്കാം കേട്ടോ. പിന്നെ കിച്ചണിൽ ഇതുപോലൊരു മസാല ബോക്സ് ഉണ്ടെങ്കിലും നമുക്ക് കുറേ ടൈം ലാഭിക്കാം. കുറേ ഇപ്പോൾ മുളക് പൊടി, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി അതിൻ്റെ എല്ലാത്തിൻ്റെയും ബോട്ടിലുകൾ തുറക്കാതെ ഇതുപോലെ ഒറ്റൊരു പാത്രം എടുത്തിട്ട് നമുക്ക് എല്ലാതും യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. പിന്നെ ഓയിൽ ബോട്ടിൽ എപ്പോഴും ഫില്ല് ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ട് നോക്കണം. അത് നമുക്ക് എപ്പോഴും യൂസ് ചെയ്യേണ്ട ഒരു സാധനമാണല്ലോ. ഇപ്പോൾ കണ്ടില്ലേ, ഇതുപോലെ കറിക്കുള്ളതൊക്കെ കട്ട് ചെയ്ത് വെക്കുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ നമുക്ക് എടുത്തിട്ട് കുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. അതുപോലെ തന്നെ കറിയൊക്കെ വെക്കുന്ന ടൈമിൽ ഈ ഒരു മസാല ബോക്സ് നമുക്ക് നല്ലൊരു യൂസ്ഫുൾ ആയിട്ടുള്ളൊരു സാധനമാണ് കേട്ടോ. ഇത് പല വിധത്തിൽ മാർക്കറ്റിൽ അവൈലബിൾ ആണ്. അതുപോലെ തന്നെ കുക്ക് ചെയ്യണ ആ ഒരു സ്ഥലത്ത് തന്നെ നമ്മൾ ഒരു വാട്ടർ ബോട്ടിലോ അല്ലെങ്കിൽ ജഗ്ഗിലോ വെള്ളം കൊണ്ടു വെക്കാൻ വേണ്ടിയിട്ട് നോക്കുക. കാരണം നമുക്ക് കുക്കിങ്ങിന് എപ്പോഴും ആവശ്യമുള്ളൊരു സാധനമാണല്ലോ. അതുപോലെ തന്നെ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റിനാണെങ്കിലും ഏതൊരു സമയത്താണെങ്കിലും ഏറ്റവും അത്യാവശ്യമുള്ളൊരു കാര്യമാണ് ഉപ്പ്. അതും നമുക്ക് പെട്ടെന്ന് തന്നെ കിട്ടാവുന്ന ഒരു സ്ഥലത്ത് ഓർഗനൈസ് ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ട് നോക്കുക. ഇതുപോലെ കൗണ്ടർ ടോപ്പിലാണെങ്കിൽ പെട്ടെന്ന് തന്നെ എടുത്തിട്ട് യൂസ് ചെയ്യാൻ പറ്റും. ഇനിയിപ്പോൾ നമ്മൾ എന്തെങ്കിലും കുക്ക് ചെയ്യുന്ന ആ ഒരു ടൈമിൽ നമ്മൾ എന്തെങ്കിലും ആയിട്ടുണ്ടെങ്കിൽ അത് അപ്പം തന്നെ ഒന്ന് ക്ലീൻ ചെയ്തിടാൻ വേണ്ടിയിട്ട് നോക്കുക. അപ്പോൾ നമ്മൾ കുക്ക് ചെയ്യുന്ന ടൈമിലാണെങ്കിലും നമ്മളെ കിച്ചണ് നല്ല നീറ്റായിട്ട് കിടന്നോളും.
അപ്പോൾ ഈ ഒരു ചെറിയ ചെറിയ കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ തന്നെ നമ്മുടെ വീടിൻ്റെ ഓരോ ഭാഗങ്ങളും നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് ഇരുന്നോളും. അപ്പോൾ നമ്മളിതൊക്കെ ചെയ്യുമ്പോൾ തന്നെ നമുക്ക് നല്ലൊരു ഇഷ്ടം വരും കേട്ടോ ക്ലീനിങ്ങിനോടും അതുപോലെ ഓർഗനൈസ് ചെയ്യാനും ഒക്കെ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കണം. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ഒരു സ്മൈലി എങ്കിലും കമൻ്റായിട്ട് അറിയിക്കുക. അപ്പോൾ എല്ലാവർക്കും അസ്സലാമു അലൈക്കും.